മഹാഭാരത യുദ്ധത്തിന്റെ 6-ാം ദിവസം നമ്മുടെ 9-ാമത്തെ അധ്യായം. ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ദ്രുപദനെയും ശിഖണ്ഡിയെയും ഭീമൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് ഭീമനല്ല, വികർണനാണ്. ദുര്യോധനന്റെ സഹോദരനായിട്ടുള്ള വികർണൻ. അർജുനനോളവും കർണനോളവും ഒക്കെ പോകുന്ന ഒരു ധനുർധാരി തന്നെയാണ് വികർണനും. അദ്ദേഹമാണ് അസ്ത്രങ്ങളാൽ ദ്രുപദനെയും ശിഖണ്ഡിയെയും കീഴ്പ്പെടുത്തിയത്. അത് ഒരു അപ്പോളജിസ്റ്റ് നോട്ടായിട്ട് പറയുന്നതാണ്. ഇനി ഇന്നത്തെ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ പാണ്ഡവരും കൗരവരും മെച്ചപ്പെട്ട തയ്യാറെടുപ്പോടെ തന്നെയാണ് ഇന്നത്തെ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. പാണ്ഡവരാകട്ടെ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള മാഗവ്യൂഹമാണ് ശ്രമിച്ചിരുന്നത്. അതിന്റെ ഏറ്റവും മുന്നിൽ അവർ ദ്രുപദനെ നിർത്തി, മത്സ്യത്തിന്റെ വായിൽ ഭീമനെ നിർത്തി, രണ്ട് കണ്ണുകളിൽ ഒന്നിൽ നകുലനെയും മറ്റൊന്നിൽ സഹദേവനെയും നിർത്തി, പിന്നെ കഴുത്തിന്റെ ഭാഗത്ത് യുധിഷ്ഠിരനും ഉപപാണ്ഡവരും അഭിമന്യുവും അണിനിരന്നു. ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൗരവരുടെ സേനാധിപതിയായിട്ടുള്ള ഭീഷ്മർ നിർമ്മിച്ചത് പക്ഷിയുടെ ആകൃതിയിലുള്ള ക്രൗഞ്ചവ്യൂഹമാണ്. ഇതിന്റെ ചുണ്ടിൽ, അതായത് കൊക്കിൽ ദ്രോണരിരുന്നു. രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകളിൽ ഒന്നിൽ കൃപാചാര്യരും ഒന്നിൽ അശ്വത്ഥാമാവ് വരുന്നു. അതുകൂടാതെ കംബോജൻ, ബാഹ്ലികൻ, ജയദ്രഥൻ കംബോജൻ, ബാഹ്ലികൻ, കൃതവർമാവ് ഇവരെ 3 പേരെയും വ്യൂഹത്തിന് മുന്നിലായിട്ട് നിയമിക്കുകയും ചെയ്തു. പിന്നെ കഴുത്തിന്റെ ഭാഗത്ത് ദുര്യോധനനും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും മറ്റു രാജാക്കന്മാരും പിന്നാലെ പടയാളികളും അണിനിരക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പടയാളികളല്ല, മറ്റു രാജാക്കന്മാരും അണിനിരക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ഈ രണ്ട് വ്യൂഹങ്ങളും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ തന്നെ വ്യൂഹം തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ ലേറ്റ് ആക്കിയതല്ല, രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു. പക്ഷേ മൈക്കിന് എന്തൊക്കെയോ പ്രശ്നം കാരണം വോയിസ് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. ഓക്കെ, യുദ്ധം തുടങ്ങുവാണ്. തുടക്കത്തിൽ ഏറ്റുമുട്ടുന്നത് ഭീമനും ദ്രോണരും തമ്മിലാണ്. ശരങ്ങൾ ഉപയോഗിച്ചാണ് രണ്ടാളും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭീമനേക്കാൾ ധനുർവിദ്യയിൽ കേമൻ ദ്രോണര് തന്നെ ആയിരിക്കുമല്ലോ. ദ്രോണര് തൻ്റെ അസ്ത്രം അയച്ചുകൊണ്ട് ഭീമന്റെ ധനുസിനെ ഖണ്ഡിച്ചു കളഞ്ഞു, അതായത് മുറിച്ചു കളഞ്ഞു. ഈ സമയത്ത് ദ്രോണര് മാന്യനായതുകൊണ്ട് തന്നെ നിരായുധനായിട്ടുള്ള ഭീമനെ ആക്രമിക്കാതെ പാണ്ഡവ പക്ഷത്തേക്ക് ആക്രമിക്കാൻ പോയി. പിന്നെ വേറെ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഒന്ന് അർജുനനും മറ്റൊന്ന് ഭീഷ്മരുമാണ്. കൗരവർക്കിടയിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവ് ഭീഷ്മരും പാണ്ഡവർക്കിടയിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവ് അർജുനനുമാണ്. ഈ രണ്ട് ആളുകളും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ യുദ്ധം ഇന്നലെ തുടങ്ങി ഇന്നും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതായത് ഇന്ന് മുഴുവൻ അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് അതിനകത്തോട്ട് ഇടപെടാൻ പോവണ്ട. അപ്പം നമ്മൾ ഭീമനെ ദ്രോണര് നിരായുധനാക്കി എന്നല്ലേ പറഞ്ഞത്. നിരായുധനായി കഴിഞ്ഞ ഭീമൻ തേർത്തട്ടിൽ നിന്നും താഴെ ഇറങ്ങി തൻ്റെ ഗദയുമായി കൗരവ പക്ഷത്തേക്ക് നടന്നു നീങ്ങി കണ്ണിൽ കണ്ട കൗരവ പോരാളികളെല്ലാം ഗദ കൊണ്ട് അടിച്ചു കൊല്ലുന്ന പരിപാടി തുടങ്ങി. ഈ സമയത്ത് കൗരവരുടെ നിരയിൽ ഭീമൻ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് പാണ്ഡവരുടെ സേനാധിപതിയും പിന്നെ ഭീമന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അളിയനും ഒക്കെ ആയിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ അവിടെ വന്ന് നോക്കുമ്പം ദാണ്ട കിടക്കുന്നു. ഭീമന്റെ രഥത്തിൽ ആളില്ല, ധനുസ് മുറിഞ്ഞു കിടക്കുന്നു. ദ്രോണരുമായിട്ടായിരുന്നു യുദ്ധം ചെയ്തത്. ദൃഷ്ടദ്യുമ്നൻ വിചാരിച്ചു ദ്രോണര് ഭീമനെ കൊന്നെന്ന്. അവിടെ ഇരുന്ന് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അവസാനം കരഞ്ഞ് കണ്ണീര് ഭൂമിയിൽ സ്പർശിച്ചപ്പം ഭീമന്റെ തേരാളിയായിട്ടുള്ള വിശോകം പറഞ്ഞു, മനുഷ്യ, ഭീമസേനൻ മരിച്ചിട്ടൊന്നുമില്ല. വൃഗോദരൻ ഗദയുമെടുത്തുകൊണ്ട് പാണ്ഡവർക്ക് വേണ്ടി പോരാടാൻ കൗരവ പോരാളികളുടെ ഇടയിലേക്ക് ഗദയുമായിട്ട് പോയിട്ടുണ്ട്, അല്ലാതെ മരിച്ചിട്ടൊന്നുമല്ല, ഇവിടെ ഇരുന്ന് കരഞ്ഞ് മെഴുകാതെന്ന്. അപ്പം ദൃഷ്ടദ്യുമ്നന് വർദ്ധിത വീര്യമായിട്ട് തൻ്റെ രഥത്തിനെയും തേരാളിയെയും കൊണ്ട് അദ്ദേഹം എങ്ങോട്ട് പോവുകയാണ്? കൗരവരുടെ ഇടയിലേക്ക് കയറിപ്പോയി ഭീമനെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ഭീമനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഭീമനോട് രഥത്തിൽ കയറാൻ പറയുന്നുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും ഭീമൻ വേറൊരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. എന്താണത്? അവിടെ അങ്ങ് ദൂരെ ദുര്യോധനൻ തൻ്റെ 100 സഹോദരന്മാരാൽ വലയം ചെയ്യപ്പെട്ട് അവിടെ നിന്ന് യുദ്ധങ്ങളൊക്കെ കണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാളുകളും യുദ്ധത്തിലേക്ക് കടക്കുവാണ്. അതായത് ദൃഷ്ടദ്യുമ്നം വന്നിട്ട് ഭീമനെ വിളിച്ച് തൻ്റെ രഥത്തിലേക്ക് കയറ്റുവാണ്, നമുക്ക് രഥത്തിൽ കയറാമെന്ന് പറഞ്ഞു. ആ സമയമാകുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? ദുര്യോധനൻ ഇത് കാണുന്നുണ്ട്. ദുര്യോധനൻ പറയുവാണ്, രണ്ടെണ്ണവും നമ്മുടെ വട്ടത്തിൽ വന്ന് കയറിയിട്ടുണ്ട്, വിടരുത്, രണ്ടിനെയും തീർത്തേക്കണം എന്ന് പറയും. അപ്പം 100 കൗരവ സഹോദരന്മാരും ഒരുമിച്ച് ഇവരെ ആക്രമിക്കാൻ വന്നു. 100 അല്ല 99. ദുര്യോധനൻ അവിടെ നിന്ന് കാഴ്ച കാണുവാണ്. ഈ 99 കൗരവരെ നേരിടാൻ ഭീമൻ അതികായനോ അതിബലനോ ഒന്നും അല്ലല്ലോ. ഭീമൻ അതിബലനും അതികായനും ഒക്കെ തന്നെയാണ്. ദൃഷ്ടദ്യുമ്നൻ നല്ല പോരാളിയാണ്. പക്ഷെ 100 ആളുകൾ മോശക്കാരൊന്നുമല്ല. കാരണം വികർണൻ ഉൾപ്പെടെയുള്ള ദുര്യോധനന്റെ സഹോദരന്മാർ ഓരോരോ ശസ്ത്രങ്ങളിൽ കേമന്മാരായതുകൊണ്ട് തന്നെ അവരെ ഈസിലി പരാജയപ്പെടുത്താം എന്നുള്ളത് അതിമോഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭീമനും ദൃഷ്ടദ്യുമ്നനും ചെറുതായിട്ടൊന്ന് പതറി. എന്തെങ്കിലും ചെയ്യണം. ഭീമൻ പറഞ്ഞു,
നീ എന്താണ് ചെയ്യേണ്ടത്? പ്രോംനാസ്ത്രം ഉപയോഗിക്കുക. അങ്ങനെ പ്രോംനാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം ഉപയോഗിച്ച് ഇവരെ എല്ലാം മയക്കി അങ്ങ് നടത്തി. എന്ന് വെച്ചാൽ ബോധം പോകുന്ന ടൈപ്പ് അസ്ത്രമാണ് പ്രോംനാസ്ത്രം. ഇതിനകത്ത് ദുര്യോധനനും 100, അതായത് 99 സഹോദരന്മാരും 100 കൗരവരും മോഹാലസ്യപ്പെട്ട് കടന്നു. അതേസമയം ഈ വാർത്ത ആരിലേക്ക് എത്തുന്നുണ്ട്? ഈ വാർത്ത ദ്രോണാചാര്യരിലേക്ക് എത്തുന്നുണ്ട്. ദ്രോണാചാര്യർ എവിടെ വന്നു? ദ്രോണാചാര്യർ നേരത്തെ ഭീമനെ പരാജയപ്പെടുത്തിയിട്ട് പാണ്ഡവരെ ആക്രമിക്കാൻ പോയതാണ്. ദ്രോണാചാര്യർ തിരിച്ചു വന്ന് പ്രജ്ഞ എന്ന് പറയുന്ന ആൻറ്റിഡോട്ട്, ഇപ്പം നമ്മുടെ വെനത്തിന് ആൻറ്റിവനം യൂസ് ചെയ്യത്തില്ല, അതുപോലെ ഇതിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് പ്രോംനാസ്ത്രത്തിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കുന്ന അസ്ത്രമാണ് നമ്മളുടെ ഏത് പ്രജ്ഞാസ്ത്രം ഉപയോഗിച്ച് ഇവരെ എല്ലാം എഴുന്നേൽപ്പിച്ച് ഇവർ യുദ്ധം ചെയ്യാൻ റെഡിയായി വരുന്ന സമയത്ത് പരാജയം മണക്കും, സ്വാഭാവികം തന്നെയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? യുധിഷ്ഠിരൻ പറയുവാണ്, ഭീമനും ദൃഷ്ടദ്യുമ്നനും കൗരവരുടെ സേനയുടെ നടുവിൽ പെട്ടുപോയി, മോനെ അഭിമന്യു, നീ ഉപപാണ്ഡവരുമായി ചെന്ന്, അല്ലെങ്കിൽ ഉപപാണ്ഡവർ വേണ്ട, 10-12 പോരാളികളുമായിട്ട് ചെന്ന് ഇവരെ പരാജയപ്പെടുത്തുക എന്ന് പറയും. അല്ലെങ്കിൽ ഭീമനെയും ദൃഷ്ടദ്യുമ്നെയും കവർ ചെയ്യുക, ഗാർഡ് ചെയ്യുക, സംരക്ഷിക്കുക എന്നൊക്കെ പറയും. അപ്പം അഭിമന്യു എന്ത് ചെയ്തു? അഭിമന്യുവും 14 പോരാളികളും പിന്നെ കാകൈ രാജാവിനെയും വിളിച്ചുകൊണ്ട് അഭിമന്യു അവിടെ പോയി യുദ്ധം അങ്ങോട്ട് തുടങ്ങി. അവിടെ അത്യാവശ്യം അപ്പർ ഹാൻഡ് പാണ്ഡവർക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം ഭീമനും ദൃഷ്ടദ്യുമ്നും പിന്നെ അഭിമന്യുവും കാകൈ രാജാവും ഒക്കെയാണ് യുദ്ധം ചെയ്തത്. സോ അഭിമന്യു വന്നപ്പം തന്നെ ഭീമനും ദൃഷ്ടദ്യുമ്നും ആത്മവിശ്വാസം വന്നു. കാരണം അഭിമന്യു പ്രായത്തിൽ ചെറുതാണെങ്കിലും അത്യാവശ്യം കിടിലം പോരാളി തന്നെയാണ്. ഒരു മഹാരഥി ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും, പ്രായം കൊണ്ടായിട്ടില്ലെങ്കിൽ പോലും ബാക്കി എല്ലാ കഴിവും അഭിമന്യുവിനുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം യുദ്ധം നടക്കുന്ന കണ്ടപ്പം ആർക്ക് പൊട്ടി? ദുര്യോധനൻ അങ്ങ് പൊട്ടി. ദുര്യോധനൻ പറഞ്ഞ്, എൻ്റെ മക്കളെല്ലാം, അതായത് എൻ്റെ അനിയന്മാരെ എല്ലാം പഞ്ഞിക്കിട്ടോണ്ടിരിക്കുക, ഭീമ നീയുമായി ഞാൻ നേരിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നു, ബാ, ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന് പറയും. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അതെന്താണെന്ന് വെച്ചാൽ, ഗദായുദ്ധത്തിൽ ഭീമനെ ആരും പകരം വെക്കാനില്ലാത്തവരാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി, ഐ റിപ്പീറ്റ് ടെക്നിക്കലി, അതായത് തന്ത്രങ്ങളിലും റിഫ്ലക്സിലും മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം ഭീമനേക്കാൾ കേമൻ ദുര്യോധനൻ തന്നെയാണ്. പക്ഷേ 10,000 ആനകളുടെ ബലം എന്നൊരു വരം ഭീമന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മൈറ്റ്, കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീമൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ലാതെ ടെക്നിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ദുര്യോധനൻ തന്നെയാണ് ഭീമനേക്കാൾ കേമൻ. അങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുവാണ്. എത്ര ടെക്നിക് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ബലമുള്ളത് ഭീമനല്ലേ. ഭീമൻ ദുര്യോധനനെ അടിച്ചച്ചാറാക്കി മൃതപ്രായനാക്കിയിടും. ഈ സാഹചര്യത്തിൽ ആരൊക്കെ വരും? ഈ സാഹചര്യത്തിൽ നമ്മുടെ കൃപാചാര്യരും ജയദ്രഥനും കൂടി വന്ന് ദുര്യോധനനെ രക്ഷിച്ച് അവിടെ നിന്ന് മാറ്റും. ഈ സമയമാകുമ്പോഴത്തേക്ക് കൗരവരെ എല്ലാം കൂടെ ആര് വഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണോ? അഭിമന്യുവും ടീമും. അശ്വത്ഥാമാവ് അവിടെ വന്ന് ഇവർക്കൊരു റിവൈവൽ കൊടുക്കും. അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ സേനയും പിന്നെ ഈ നടക്കുന്ന കാകൈ രാജാവ്, അഭിമന്യു, ഉപപാണ്ഡവർ, അങ്ങനെ എല്ലാം കൂടെ ഒരു സേനയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറു സൈഡിൽ ആരൊക്കെയാണ്? അശ്വത്ഥാമാവും പിന്നെ തളർന്ന കൗരവരും, 99 കൗരവരും. ഭീമനല്ല, ദുര്യോധനൻ ഫീൽഡ് ഔട്ട് ആയല്ലോ, ഭീമൻ അടിച്ച് തളർത്തിയിട്ട് അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ യുദ്ധത്തിൽ അശ്വത്ഥാമാവ് അഭിമന്യുവിനെയും മറ്റുള്ളവരെയും പിടിച്ച് നിന്നാൽ പോലും ഇടയ്ക്ക് സാത്വികയും കൂടെ വന്ന് അവിടെ കയറിയതോട് കൂടിയിട്ട് പാണ്ഡവർക്ക് ഒരു അബ്സല്യൂട്ട് ഫോഴ്സ് അവിടെ വന്നു. മറ്റേ സൈഡിൽ ഭീഷ്മരെ ആരവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്? ഭീഷ്മരെ അർജുനൻ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ്രോണർക്ക് മറ്റുള്ളവരെല്ലാം ചേർന്ന് ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രീ ഹാൻഡായിട്ട് കിട്ടിയ പാണ്ഡവരെല്ലാം കൂടി കൗരവരെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് 6-ാം ദിവസത്തിൽ പാണ്ഡവർക്ക് സൂര്യാസ്തമയ സമയത്തേക്ക് എത്തുമ്പോൾ വളരെ വലിയ മേൽക്കൈ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ യുദ്ധം വിവരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ധൃതരാഷ്ട്രർക്ക് സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കും, എന്താണ് മോനെ യുദ്ധഭൂമിയിൽ നിന്ന് കാണുന്നതെന്ന്. അപ്പം സഞ്ജയൻ പറയും, അങ്ങയുടെ പുത്രന്മാർ പരാജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കൗരവപക്ഷത്തിനെ വളരെ ശക്തമായിട്ട് പാണ്ഡവപക്ഷം പ്രഹരിച്ചിരിക്കുന്നു. അപ്പം ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, ഇത് എന്താണ് സഞ്ജയ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ശക്തമായിട്ടുള്ള പോരാളികളുണ്ട്, എല്ലാം നമ്മുടെ മേൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ യുദ്ധം നോക്കുകയാണെങ്കിൽ ഭീമനെ പരാജയപ്പെടുത്തും എന്നുള്ള അവസ്ഥയിൽ, അതായത് ഭാഗദത്തൻ ഭീമനെ കൊല്ലും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ആര് വരുന്നുണ്ട്? ഘടോൽക്കജൻ വരുന്നുണ്ട്. അങ്ങനെ പാണ്ഡവർക്ക് പരാജയം നേരിടുന്ന സന്ദർഭങ്ങളിലെല്ലാം രക്ഷകനായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്. നമുക്ക് മാത്രം എന്താ ഇങ്ങനെ? നമ്മൾ എത്ര പവർഫുൾ ആണെങ്കിൽ പോലും പരാജയത്തിലേക്കാണല്ലോ നമ്മൾ എത്തുന്നത്. നമുക്ക് മാത്രം നിമിത്തങ്ങളുടെ ഐശ്വര്യമോ രക്ഷയോ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പം ധനഞ്ജയൻ പറയുവാണ്, അങ്ങയുടെ പുത്രൻ്റെ പക്ഷത്ത് അധർമ്മമാണുള്ളത്, പാണ്ഡവരുടെ പക്ഷത്ത് ധർമ്മമാണുള്ളത്. എത്രയൊക്കെ മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും ധർമ്മത്തിന് വിജയിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കും. ധർമ്മം തന്നെ വിജയിക്കുകയുള്ളൂ.
ധർമ്മ ഈസ് ഇൻവിൻസിബിൾ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ധർമ്മത്തിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പറയുമ്പം ഈ ചെയ്തു പോയ അപരാധങ്ങളെയൊക്കെ ഓർത്തിട്ട് നമുക്കും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത് പറ്റിപ്പോയ മിസ്റ്റേക്കുകൾ, അതൊക്കെ പേഴ്സണലി അത് പോട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം കുറച്ച് ദിവസം കൊണ്ട് ഞാനത് തീർക്കാം. ആ ഒരു തീർക്കുന്ന കാലഘട്ടത്തിലേക്ക് ഞാനും ഈ വൃത്തികെട്ട ഫുഡ് സ്റ്റൈൽ ഒന്ന് മാറ്റി ഒന്ന് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് എക്സസൈസ് കൂടെ ചെയ്യാം. 10-15 ദിവസം കൊണ്ട് നന്നാവാൻ പറ്റുന്നെങ്കിൽ നന്നാവട്ടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പോവും, ഓരോന്ന് തേടി ഇറങ്ങേണ്ടി വരും. പക്ഷേ തേടി ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഞാൻ തീർത്തിട്ടേ ഇറങ്ങത്തുള്ളൂ. അത് നിങ്ങൾക്ക് തരുന്ന പ്രോമിസാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട്. ഇതുവരെ ആരെങ്കിലും മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു.